മോൺസിഞ്ഞോർ ജെയ്സൺ പുനപ്രാദേശ അധ്യക്ഷനായിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലാസർ കാണിക്കലശൻ, മുഖ്യപ്രഭാഷകനായി ഈ സുദിനം നമ്മോടുകൂടിയായിരിക്കുന്ന ടിറ്റോ കോളേജ്, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന റവറൻഡ് സിസ്റ്റർ മേരി അംബിക സിസ്റ്റർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നടത്തുകാരനായ ശ്രീ ബിജു സി, കേന്ദ്ര സമിതി കൺവീനർ ശ്രീ ജോസഫ് എ എം, ഏകോപന സമിതി സെക്രട്ടറി റോബിൻസൺ മുക്കൻ, മറ്റു കൈകാരന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഈ ഒരു ഇടപെടലിനെ നമ്മോടൊപ്പം ആയിരിക്കാൻ ഈ ഒരു സമയം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നമ്മോടൊപ്പം ആയിരിക്കാൻ നമ്മെ അഭിസംബോധന ചെയ്യാൻ ഉദ്ഘാടകനായി ഇന്നത്തെ പരിപാടിക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയ. കഴിഞ്ഞ വർഷം ക്രിസ്തുമസിനോടനുബന്ധിച്ച് യൂണിറ്റുകളിൽ ക്രിസ്തുമസ് കരോളും പള്ളിയിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ സ്റ്റാർ മത്സരവും നടത്തുകയുണ്ടായി. കൂടാതെ കുടുംബ കൂട്ടായ്മ വാർഷികങ്ങളും ജനുവരി തിരുനാളിനോടനുബന്ധിച്ചുള്ള യൂണിറ്റുകളിൽ അംഗപ്രദർശനവും നടക്കുന്നു. യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ജപമാല റാലി കുരിശിന്റെ വഴിയും എല്ലാ വർഷവും നടത്തപ്പെടുന്നു. കുടുംബ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച കൂടുന്ന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി യോഗം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് നോമ്പുകൾ നടത്തുകയുണ്ടായി. നമ്മുടെ ഇടവകയിൽ 22 ഭക്തസംഘടനകളിലായി 310ഓളം അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും നിശ്ചിത സമയങ്ങളിൽ സംഘടനാ മീറ്റിംഗുകൾ അച്ഛന്മാരുടെയും നായകന്മാരുടെയും നേതൃത്വത്തിൽ കൂടുന്നു. സംഘടനാ നമ്മുടെ ഇടയിൽ അഭിമാനമാണ്. നമ്മുടെ അച്ഛന്മാരെ വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ അഭിമാനമായിട്ടുള്ള വലിയ സ്ഥാനങ്ങളിൽ KCBC കമ്മീഷൻ സെക്രട്ടറിയായി KCBC സ്റ്റേറ്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ള പ്രിയങ്കരനായിട്ട് കോളേജ്. ഒരു ഇടവകയെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ദിനമാണ് ഇടവക ദിനാഘോഷങ്ങളുടെ ദിനം. ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം ദീർഘിച്ച പരിപാടികളുടെ പരിസമാപ്തി ഇന്ന് നമ്മളെല്ലാവരും നടത്തുകയാണ്. 100 വർഷക്കാലം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഒരേ മനസ്സിനും ഒരേ ആത്മാവുമുള്ളവരാണ് ദൈവത്തിന്റെ സന്തോഷം പൂർണ്ണമാക്കാനായി സമൂഹം യത്നിച്ചുകൊണ്ടിരിക്കുകയായി. ഇവിടെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ നമ്മളെല്ലാവരും ഇടവക നടത്തിയ ആത്മീയ ഭൗതിക
കലാ സാംസ്കാരിക മേഖലകളിലെ മുന്നേറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ നല്ല ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി നേരിടുകയാണ്. ഏറെ പ്രത്യേകമായി വികാരിച്ച് സൂചിപ്പിച്ചു, എല്ലാവരും ഫ്രഷാണ്. തീർച്ചയായും എനിക്കും ആ അനുഭവം തന്നെയാണ്. ഒരു 19 വർഷമായിട്ട് ഈ ഇടവകയിലെ അഭിനന്ദനത്തിന് വേണ്ടിയുള്ള പുത്തനച്ഛൻ ഞാൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ ഫ്രഷായി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വാചകമാണ്. ഇനി നമ്മുടെ ജീവൻ വന്നിട്ട് വേണം ഈ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാനായിട്ട് ഞാൻ കരുതുന്നു. വികാരിയച്ഛനും കുറച്ചച്ഛനും ചേർന്ന് നടക്കുന്ന ഈ ഒരു കൂട്ടായ്മയുടെ ആഘോഷത്തിന് പ്രത്യേകമായിട്ട് എല്ലാ ഇടവക സമൂഹത്തിന്റെ പേരിൽ, ഇടവക സമർപ്പിതരുടെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും ഞാൻ നമ്മൾ കൈകളടിച്ചുകൊണ്ട് അറിയിക്കാൻ പോകുകയാണ്. കാരണം മത്സരങ്ങളും ആഘോഷങ്ങളും ആരംഭിക്കാൻ അനുവദിക്കുന്നതാണ്. ആരംഭിച്ചാൽ തന്നെ അത് പലപ്പോഴും ജയ്സനത്തിൽ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ്മയിൽ വികാരം സൃഷ്ടിക്കുന്ന ഉന്നായ്മകളും അടിപിടികളുമൊക്കെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും വികാരേഷന്മാരെ അടുത്ത വർഷം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ആദ്യ വർഷം മാറ്റിയിരിക്കും. ഞാൻ പഠിക്കേണ്ട എന്ന് പറയും. രണ്ടാമത്തെ വർഷമാകുമ്പോൾ പറയും അവസാനത്തെ വർഷം മതി എന്ന് പറയും. അവസാനത്തെ വർഷമാകുമ്പോൾ പറയും ഇനി എന്തായാലും അടുത്ത വികാരിച്ചു. മത്സരങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും പറയാറുണ്ട്, പള്ളിമുറ്റത്തല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എവിടെ കളിക്കാൻ പോകും, എവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കും. കൈതന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചത് അതും താഴെ കസേരയിൽ ഇരുന്ന ജെയ്സൺ അച്ഛനായിരുന്നു. ഇന്നും ആ ഇരിക്കുന്ന എളിമ നമുക്ക് സ്വന്തമായി മാറിയിരിക്കുന്ന ജെയ്സൺ അച്ഛനാണ് നമ്മുടെ കൂടെയുള്ളത്. ജെയ്സൺ അച്ഛന് നമ്മുടെ ഇടവക കുടുംബത്തിന്റെ പേരില്, എല്ലാവരുടെയും പേരില് ഏറെ സ്നേഹത്തോടെയും എന്നതാണ് ഈ ഇടവക ദിനത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. ഇടവക ഒരു കുടുംബമാണെന്ന് കരുതി ഇടവകയ്ക്കായി ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന സുമനസ്സുകൾ വസിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ വെള്ളൂർ ഇടവക. പ്രഗത്ഭരായ നമ്മുടെ നാസറച്ചന്റെയും ക്രിസ്തനച്ചന്റെയും നേതൃത്വത്തിൽ നീങ്ങുന്ന ഈ ഇടവക കുടുംബം ഏറെ അഭിമാനിക്കാനുള്ള ഒന്നാണ് ഈ സമയം എടുത്തു പറയട്ടെ. ഒഫീഷ്യൽ പ്രോഗ്രാമിൽ നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇടവകയിൽ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ഇടവകർക്കും വളരെയധികം സന്തോഷമുണ്ട്. വെള്ളൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യത്തിലാണ്. വെള്ളൂർ ഇടവകയ്ക്ക് സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ അഭിമാനമാണ് എനിക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി 2 മാസക്കാലം നീണ്ടുനിന്ന ഇടവകയിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തവരെയും അവരെ പ്രോത്സാഹിച്ചവരെയും അണിയായി പ്രവർത്തിച്ചവരെയും ഇതിനെല്ലാം നേതൃത്വം വന്ന വികാരിയച്ഛൻ കൊച്ചച്ഛനെയും ഏറെ സ്നേഹത്തോടെ അവരുടെ ആശംസകൾ നൽകുകയാണ്. ദിനമായി ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിന് വളരെയധികം പ്രവർത്തിച്ച നമ്മുടെ വികാരിയും അസിസ്റ്റന്റ് വികാരി ട്രസ്റ്റിമാരുടെ കഴിഞ്ഞ പരിശ്രമം കൊണ്ട് ഒരുപാട് മത്സരങ്ങളും ഒരുപാട് കലാകായിക മത്സരങ്ങളും അതിൽ പങ്കെടുത്ത നമ്മുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റിന്റെ അംഗങ്ങൾക്കും ഈ സമയം വളരെയധികം നന്ദി പറയുകയാണ്. ഒരു ആഘോഷത്തിന്റെ സമാപനം നിൽക്കുമ്പോൾ നേരത്തെ നമ്മുടെ യൂത്ത് കമ്മീഷൻ സെക്രട്ടറി പറഞ്ഞു, പലർക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. അതൊരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്നൊരു ചിന്തയാണ് ആധുനിക ലോകത്തിൽ നടക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലായാലും പരസ്പരം സംസാരിക്കുവാനോ പരസ്പരം കാണുവാനോ ആരും മെനക്കെടുന്നില്ല. കുടുംബങ്ങൾ ചേർന്ന് കൂട്ടായ്മകൾ ചേർന്ന് ഒരിടവകയുമാകുന്ന നമ്മുടെ ഇടവക ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ. ഇന്ന് നമുക്കറിയാം, ആധുനിക ലോകത്തിലെ എല്ലാവിധ സൗകര്യങ്ങളും ആവോളം ആസ്വദിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മാസക്കാലം
പങ്കുചേരാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഈ മത്സരത്തിലെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ ഇടവകയിലെ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത്. അതിലൂടെ നമ്മുടെ യുവജനങ്ങളെയും പ്രായമുള്ളവരെയും ഒരു കൊന്തയുടെ മണിയിൽ കൂടി യോജിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈ കാര്യത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഇടവക ഈ ആഘോഷം 2 മാസം ആഘോഷിക്കുകയായിരുന്നു. അതിലൂടെ നമ്മുടെ ഇടവക ആധ്യാത്മികവും ഭൗതികവുമായി ഒത്തിരിയേറെ മുന്നോട്ട് പോയി. അത് നമ്മുടെ ഇടവക